Hi students, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനായിട്ടുള്ള രണ്ടാമത്തെ ഫംഗ്ഷനായിട്ടുള്ള ഓർഗനൈസിങ്ങിനെ കുറിച്ചാണ്. ഓർഗനൈസിങ് എന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക, സംഘാടനം എന്നൊക്കെയുള്ള അർത്ഥമാണ്. സംഘടിപ്പിക്കുക, സംഘാടനം എന്നൊക്കെയുള്ള അർത്ഥമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? പ്ലാനിങ്ങിനെ കുറിച്ചാണ്. ആസൂത്രണം ചെയ്യുക, ഒരു ജോലി ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് അതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, ആരാൾ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണെന്ത് പ്ലാനിങ് എന്നുള്ളത്. അപ്പോൾ പ്ലാനിങ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ് ഓർഗനൈസിങ്, സംഘാടനം എന്നുള്ളത്. സംഘാടനം അല്ലെങ്കിൽ സംഘടിപ്പിക്കുക എന്നൊക്കെ ഉള്ളത്. ഇത് രണ്ടാമത്തെ മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. ഓർഗനൈസിങ് റെഫേഴ്സ് ടു ദ പ്രോസസ്. ഓർഗനൈസിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് ഓഫ് ഐഡൻറ്റിഫയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ്. കണ്ടെത്തുകയും അതുപോലെ തന്നെ ഗ്രൂപ്പാക്കി കൂട്ടമാക്കി മാറ്റുകയും ചെയ്യുക. വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെ കണ്ടെത്തുകയും അതിനെ കൂട്ടമായി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഓർഗനൈസിങ്. മാത്രമല്ല ബ്രിങ്ങിങ് ടുഗെദർ വേരിയസ് റിസോഴ്സസ് ഫോർ അച്ചീവ്മെൻറ്റ് ഓഫ് ദി സ്പെസിഫിക് ഗോൾ. ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സുകൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള കാര്യവും ചെയ്യുന്നവിടെയാണ് ഓർഗനൈസിങ്ങിലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെ കണ്ടെത്തുകയും അവയെ ഓരോ കൂട്ടമാക്കി മാറ്റുകയും മാത്രമല്ല ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സുകളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നതാണ് ഓർഗനൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഓർഗനൈസിങ് വർക്ക് ഈസ് ടു ബി ഡിവൈഡ് ടോട്ടൽ വർക്ക് ഇൻ ടു വെൽ ഡിഫൈൻഡ് ജോബ്സ് വിത്ത് പ്രോപ്പർ കോർഡിനേഷൻ, കോഓപ്പറേഷൻ എമംഗ് ദി എംപ്ലോയീസ് ആൻഡ് ദി ഹയർ അതോറിറ്റീസ് ഇൻ ദി ഓർഗനൈസേഷൻ. പ്രധാനപ്പെട്ട ഓർഗനൈസിങ്ങിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? മൊത്തം വർക്കിന് എന്ത് ചെയ്യുന്നു, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ജോലികളായിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്നു, ഏകോപിപ്പിക്കുന്നു. അതുപോലെ അതിന് കോഓപ്പറേഷൻ എല്ലാവരുടെ ഇടയിൽ ഒരുമിച്ച് വരുത്തുന്നു എന്നൊക്കെയുള്ളതാണ്. എ കമ്പനി ഓർഗനൈസ്ഡ് ബൈ ഫങ്ഷൻ. താഴെ നമുക്ക് നോക്കാം. ഒരു കമ്പനി സംഘടിപ്പിച്ചിരിക്കുന്നു, സംഘാടനം ചെയ്തിരിക്കുന്നു ബൈ ഫങ്ഷൻ, അതിൻ്റെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, നമുക്ക് നോക്കാം. മാനേജർ, ഏത് മാനേജറാണ്? മാർക്കറ്റിങ്ങും വിപണനവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു മാനേജർ. അത് പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്, ഒരു ഫങ്ഷനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഓർഗനൈസ് ചെയ്തിരിക്കുന്നു, സംഘടിപ്പിച്ചിരിക്കുന്നു. മാനേജർ പ്രൊഡക്ഷൻ മാനേജർ, ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മാനേജർ. അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ ഫങ്ഷൻ എന്താണ്, ധർമ്മം എന്താണ്? ഉൽപ്പാദനമാണ്. അപ്പോൾ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ഒരു മാനേജറെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു, സംഘടിപ്പിച്ചിരിക്കുന്നു, സംഘാടനം ചെയ്തിരിക്കുന്നു. അതുപോലെ മാനേജർ ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, തൊഴിലാളികളുമായി ബന്ധപ്പെട്ട മാനേജർ പർച്ചേസിങ്, ഉൽപ്പന്നങ്ങൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതുമായി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട മാനേജർ. അതുപോലെ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട മാനേജർ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഒരു കമ്പനിയിലുള്ള വ്യത്യസ്ത വിഭാഗങ്ങളെ, അതായത് വ്യത്യസ്തമായിട്ടുള്ള പ്രവൃത്തികളെ. ഏതൊക്കെ പ്രവൃത്തികളാണ്? മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഒരു പ്രവൃത്തി, പ്രൊഡക്ഷൻ ഒരു പ്രവൃത്തി, ഫിനാൻസ് ഒരു പ്രവൃത്തി, ഹ്യൂമൻ റിസോഴ്സ് ഒരു പ്രവൃത്തി, പർച്ചേസിംഗ് ഒരു പ്രവൃത്തി, പബ്ലിക് റിലേഷൻ ഒരു പ്രവൃത്തി. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ, ഒരു കമ്പനിയുടെ ഉള്ളിൽ വ്യത്യസ്തമായ പ്രവൃത്തികളുണ്ടെന്ന് കണ്ടെത്തി. എന്നിട്ട് അതിന് ഓരോ കൂട്ടമാക്കി, അല്ലേ? 1, 2, 3, 4, 5, 6 തരത്തിലുള്ള പ്രവൃത്തികളുണ്ടെന്ന് കണ്ടെത്തുകയും അതിനെ കൂട്ടമാക്കുകയും ചെയ്തു. എന്നിട്ട് അതിനാവശ്യമായ റിസോഴ്സുകൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കൂട്ടുകയാണ് ചെയ്തത്. ഓക്കെ, ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തത്. അടുത്ത് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഡെഫിനീഷനാണ്. ഓർഗനൈസേഷൻ്റെ ഡെഫിനീഷൻ പറയുന്നത് എങ്ങനെയാണ്? ഐഡൻറ്റിഫയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ബ്രിങ്ങിങ് ടുഗെദർ. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ, ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ, ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കണ്ടെത്തുകയും അതിനെ ഒരുമിച്ച് കൂട്ടുകയും ഗ്രൂപ്പാക്കുകയും അതിനെ കണ്ടെത്തുകയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. മാത്രമല്ല അവയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഫിസിക്കലായിട്ടുള്ള ഉണ്ടാവും, ഫിനാൻഷ്യൽ ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാവും. ഇവയെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് കമ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷ്യത്തെ നേടിയെടുക്കുന്നു. അതാണ് ഓർഗനൈസിങ്. ഓക്കെ, അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, ഓർഗനൈസിങ് ഈസ് എസ്റ്റാബ്ലിഷിംഗ് എഫക്റ്റീവ് അതോറിറ്റി റിലേഷൻഷിപ്പ് എമംഗ് സെലക്റ്റഡ് വർക്ക് പേഴ്സൺസ് ആൻഡ് വർക്ക് പ്ലേസ് ഇൻ ഓർഡർ ടു വർക്ക് ടുഗെദർ എഫിഷ്യൻ്റ്ലി. കാര്യക്ഷമമായിട്ട് ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കാര്യക്ഷമമായിട്ടുള്ളൊരു ബന്ധം തൊഴിലാളികൾക്കിടയിലും വർക്ക് പ്ലേസിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓർഗനൈസിങ്, സംഘാടനം എന്നാൽ ഈസ് ദസ് എ സ്ട്രക്ചർ. അതൊരു ഘടനയാണ്, ഒരു സ്ട്രക്ചറാണ്, ഒരു ഘടനയാണ്. അതിൻ്റെ പ്രോസസ്സ് മാത്രമല്ല അതൊരു പ്രക്രിയയും കൂടിയാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, കിട്ടിയല്ലോ. അത്
അങ്ങനെയാണ്. അതായത് ഒരു പ്രവൃത്തി മാത്രമല്ല, ഒരു ഘടന മാത്രമല്ല, ഒരു പ്രവൃത്തി കൂടിയാണ്. ആസ് എ പ്രോസസ് ഓർഗനൈസിങ് കൺസിസ്റ്റ് ഓഫ് ടു പ്രോസസ്. ഒരു പ്രക്രിയ എന്നുള്ള രീതിയിൽ ഓർഗനൈസിങ്ങിൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ഡിഫറൻസിയേഷനാണ്, വ്യത്യസ്തപ്പെടുത്തുക. അതുപോലെ ഇൻറ്റഗ്രേഷനാണ്, ഒരുമിച്ച് കൂട്ടുക. ഡിഫറൻസിയേഷൻ മീൻസ് ഡിവിഷൻ ഓഫ് വർക്ക് ഇൻ ടു സ്മോളർ യൂണിറ്റ്. ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ജോലിയെ ഡിവൈഡ് ചെയ്യുന്നു, ഡിവിഷൻ ചെയ്യുന്നു. ഒരു ജോലിയെ വ്യത്യസ്തമായ യൂണിറ്റുകളായിട്ട്, അസൈൻമെൻറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നു? തരംതിരിക്കുന്നു. എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഇൻഡിവിജ്വൽസിനുള്ള സ്കില്ലിൻ്റെയും എബിലിറ്റിയുടെയും അടിസ്ഥാനത്തിൽ ഒരു ജോലിയെ എന്ത് ചെയ്യുന്നു? ഒരു പ്രധാനപ്പെട്ട ഒരു ജോലിയെ ഡിവിഷൻ ഓഫ് വർക്ക് ചെയ്യുന്നു, ഒരു വർക്കിനെ ഡിവൈഡ് ചെയ്യുന്നു ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട്. ഇൻറ്റഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താ? കോർഡിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ടുവാർഡ്സ് എ കോമൺ ഗോൾ. വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടുവാർഡ്സ് എ കോമൺ ഗോൾ. ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായ പ്രവൃത്തികളെ ഒരുമിച്ച് കൂട്ടുന്നു, അല്ലേ? നിങ്ങൾക്കറിയാം, ഒരു കമ്പനിയിലാണെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഇവയെല്ലാം ഒരുമിച്ച് കൂട്ടുന്നതാണ് ഇൻറ്റഗ്രേഷൻ. എന്തിനു വേണ്ടിയിട്ട്? ഫോർ അച്ചീവിങ് കോമൺ ഗോൾ, പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത പറയുന്നത് സ്റ്റെപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് ഓർഗനൈസിങ്. ഓർഗനൈസിങ്ങിലെ സ്റ്റെപ്പ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ഒന്നാമതായിട്ടുള്ള എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ഏതെല്ലാം തരത്തിലുള്ള ജോലിയാണ് ഒരു സ്ഥാപനത്തിനുള്ളിലുള്ളത് എന്ന് ആദ്യമായിട്ട് കണ്ടെത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ജോലിയെ എന്ത് ചെയ്യണം? ഡിവിഷൻ ഓഫ് വർക്ക് ചെയ്യണം. അതായത് ഡിവൈഡിങ് ദി ടോട്ടൽ വർക്ക് ഇൻ ടു സ്മോൾ യൂണിറ്റ്. മൊത്തം വർക്കിനെ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ ജോബുകളായിട്ട് എന്ത് ചെയ്യുന്നു? തരംതിരിക്കുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും, ഓരോ തൊഴിലാളിയുടെയും കഴിവിനനുസരിച്ച് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു, ചുമതലപ്പെടുത്തി കൊടുക്കുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു ജോലിയെ വ്യത്യസ്തമായ ജോബുകളാക്കി മാറ്റുകയാണെങ്കിൽ അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാകും. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. ഒരു ഷർട്ട് അടിക്കുമ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ഷർട്ട് അടിക്കുക എന്നുള്ള ജോലിയെ വിവിധ ഭാഗങ്ങളായി തരംതിരിക്കുന്നു. ഡിവൈഡിങ് ദ വർക്ക് ഇൻ ടു സ്മോൾ പാർട്സ്. അതിലൊന്ന് ഒരു കോളർ സ്റ്റിച്ച് ചെയ്യുന്ന ഒന്നാണ്, ഒന്ന് കുടുക്ക് വെക്കുന്നതാണ്, ഒന്ന് സ്ലീവ്സ് അതായത് കൈ അടിക്കുന്നതാണ്, ഒന്ന് മെയിൻ ബോഡി, ഒരാൾ പോക്കറ്റ് തയ്ക്കുന്ന ആളാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഓരോരുത്തരെ ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ ആ ജോലിയിൽ എന്ത് ചെയ്യും? സ്പെഷ്യലൈസ് ആവും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തെ ഗ്രൂപ്പിംഗ് ദി ജോബ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. വൺസ് എ വർക്ക് ഹാസ് ബീൻ ഡിവൈഡ് ഇൻ ടു സ്മോൾ ആൻഡ് മാനേജബിൾ ആക്ടിവിറ്റീസ്, ദോസ് ആക്ടിവിറ്റി വിച്ച് ആർ സിമിലർ ഇൻ നാച്ചർ ആർ ഗ്രൂപ്പ്. അതായത് ഒരേപോലെയുള്ള, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ നമ്മളൊരു ജോലി എന്ത് ചെയ്തു? വ്യത്യസ്തമായിട്ടുള്ള തരമാക്കി നമ്മൾ തിരിച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ എന്ത് ചെയ്തു? വ്യത്യസ്തമായ പാർട്ടുകളായി തിരിച്ചാൽ അതിൽ തന്നെ എന്ത് ചെയ്യും? സമാന സ്വഭാവമുള്ള, ഒരേ സ്വഭാവമുള്ള ജോലികളുണ്ടാവും. അവയെല്ലാം ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കുക. എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ടെറിറ്ററി, കസ്റ്റമർ ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊജക്ട് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രോസസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെയൊക്കെ തരംതിരിക്കാം. അതുപോലെ അതൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്പാർട്ട്മെൻ്റ് ആക്കുക. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ വിഭാഗം, ഫിനാൻസ് വിഭാഗം, ഹ്യൂമൻ റിസോഴ്സ് വിഭാഗം, അതുപോലെ പർച്ചേസിംഗ് വിഭാഗം, അതുപോലെ പബ്ലിക് റിലേഷൻ വിഭാഗം. അതായത് ഒരേ സ്വഭാവം കാണിക്കുന്ന ജോലികളെല്ലാം ഒരുമിച്ച് കൂട്ടുകയും ഒരു ഗ്രൂപ്പാക്കുകയും അത് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റുകയും ചെയ്യുക. അതാണ് ഈ പറയുന്നത്. പിന്നെ അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് എന്നുള്ളതാണ് മൂന്നാമത്തത്. വൺസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ബീൻ ഫോംഡ്, ഇറ്റ് ഈസ് നെസസറി ടു അലോക്കേറ്റ് വർക്ക് ജോബ് ടു മെമ്പേഴ്സ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അക്കോർഡിംഗ് ടു ദെയർ സ്കിൽ ആൻഡ് ക്വാളിഫിക്കേഷൻ. അങ്ങനെ എന്ത് ചെയ്തു? ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്താൽ, ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെയുള്ള തൊഴിലാളികൾക്ക് എന്ത് ചെയ്യണം? അവരവരുടെ കഴിവിനനുസരിച്ച് കൊണ്ടുള്ള ജോലികൾ എന്ത് ചെയ്യണം? നൽകണം എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ കഴിവിനനുസരിച്ചുള്ള. അപ്പോൾ എന്ത് ചെയ്യുക? അവിടെ നിങ്ങൾ ഫോട്ടോയിൽ കാണാം, ഒന്ന് ക്യാഷ്യർ, ആ ക്യാഷ് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാൾ, കൺസൾട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാൾ, കറൻസി എക്സ്ചേഞ്ചിന് കഴിവുള്ള ആൾ. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യണം? ഓരോരുത്തരെയും തരംതിരിക്കണം, അവർക്കുള്ള ചുമതലകൾ ഏൽപ്പിച്ച് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഓരോ സ്ഥാപനത്തിൽ ചെന്നാൽ കാണാം അവരവരുടെ കഴിവിനനുസരിച്ച് കൊണ്ട് വ്യത്യസ്തമായ ജോലിയിലേക്ക് അവരെ എന്ത് ചെയ്യുന്നത്? പ്രവേശിപ്പിക്കുന്നത്, അല്ലേ? നാടോടിക്കാറ്റ് സിനിമ കണ്ടാൽ അറിയാം, അല്ലേ? ബികോം ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള മോഹൻലാലിന് ഒരു ജോലി, അതുപോലെ തീരെ +2 പോലും പാസ്സാകാത്ത ഒരാൾ, അയാൾക്ക് ശ്രീനിവാസൻ എന്ത് ചെയ്യുന്നു? വേറൊരു ജോലി. അങ്ങനെ അവരവരുടെ ഇതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ജോലി കൊടുക്കുന്നു.
അതുപോലെ എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്, അതായത് ഓർഗനൈസിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഇത്, ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ആളുകളുമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരിൽ നിന്നാണ് ഓർഡറുകൾ സ്വീകരിക്കേണ്ടത്, ആരുടെ മുന്നിലാണ് നമ്മൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ളത് എന്നൊക്കെ തീരുമാനിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ് ആണ്. അതിലൊന്നാണ് ബെനിഫിറ്റ്സ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് സ്പെഷ്യലൈസേഷൻ. തൊഴിലിനെ എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായി ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുന്നു. അതുപോലെ വർക്കിംഗ് റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി, ആരുടെ മുമ്പാകെ ഹാജരാവണം, ആരോടാണ് കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത്, ആരുടെ ഓർഡറാണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളെയും എല്ലാവിധ വസ്തുക്കളെയും പരമാവധി ഉപയോഗപ്പെടുത്തുക. അഡാപ്റ്റേഷൻ ടു ചേഞ്ച്, മാറ്റത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ സ്വീകരിക്കുക. അതുപോലെ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ, കൃത്യമായിട്ട് ഭരണം നടത്തുവാൻ മാനേജ് ചെയ്യുവാൻ സാധിക്കും. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ, തൊഴിലാളികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്, വളർച്ച ഉണ്ടാക്കുവാൻ സാധിക്കും എന്നൊക്കെയുള്ളതാണ് എന്ത് ചെയ്ത് പറഞ്ഞിട്ട്. അത്രയും പ്രധാനപ്പെട്ടതല്ല എന്നാൽ നമ്മൾ പറഞ്ഞു. ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് അടുത്തത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ദ ഔട്ട്കം ഓഫ് ഓർഗനൈസിങ് പ്രോസസ്സ്. ഒരു സ്ഥാപനത്തിൻ്റെ അകത്തുള്ള സംഘാടന പ്രക്രിയയുടെ മൊത്തം ഫലമാണെന്ത്, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്, ഒരു സ്ഥാപനത്തിൻ്റെ ഘടന എന്നറിയപ്പെടുന്നത്. എന്താണ്, ഒരു സ്ഥാപനത്തിൻ്റെ അകത്തെ സംഘാടന പ്രക്രിയയുടെ മൊത്തം ഫലമാണെന്നറിയപ്പെടുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. Organization structure is the outcome of the organizing process. The organization structure can be defined as a framework which the managerial and operating tasks are performed. ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ ഏത് രീതിയിലാണ് ഒരു മാനേജീരിയൽ ഓപ്പറേറ്റിംഗ് ടാസ്കുകൾ വർക്ക് ചെയ്യേണ്ടത്, പെർഫോം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചട്ടക്കൂടാണ് ഈ പറയുന്നത്. അതുപോലെ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. ദ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഗിവ് ഷേപ്പ് ടു ഓർഗനൈസേഷൻ സ്ട്രക്ചർ. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി മാനേജ് ബൈ എ സുപ്പീരിയർ. ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഉയർന്ന നിലയിലുള്ള ഒരാൾക്ക് കൺട്രോൾ ചെയ്യുവാൻ മാനേജ് ചെയ്യുവാൻ സാധിക്കുന്ന സബോർഡിനേറ്റ്സിൻ്റെ താഴെക്കിടയിലുള്ള തൊഴിലാളികളുടെ എണ്ണമാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ എന്നറിയപ്പെടുന്നത്. അതായത് ഒരു സുപ്പീരിയർ എന്ന് വെച്ചാൽ ആരാണ്, ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് താഴെക്കിടയിലുള്ള തൊഴിലാളികളെ എത്ര ആളുകൾ വരെ മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. പ്രോപ്പറായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് തൊഴിലാളികളുമായിട്ടൊക്കെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ബിസിനസ് സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുവാനൊക്കെ സാധിക്കും. അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത് പറയുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. വ്യത്യസ്തമായ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. ഒന്നാമത്തെ ഫങ്ഷണൽ സ്ട്രക്ചറാണ്. ഫങ്ഷണൽ സ്ട്രക്ചർ ശ്രദ്ധിക്കേണ്ട കാര്യം, മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങൾ, ഒരു സ്ഥാപനത്തിൻ്റെ അകത്തെ ഫങ്ഷൻസിൻ്റെ ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ട്രക്ചർ ഉണ്ട്. മുകളിൽ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അയാളുടെ കീഴിൽ മാനേജർ, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് വിഭാഗത്തിൻ്റെ മാനേജർ, അതായത് ഒരു ഫംഗ്ഷനാണത് അല്ലേ. മാനേജ്മെൻറ്റ് ഒരു ഫംഗ്ഷനാണെന്ത്, മാർക്കറ്റിങ്ങും സെയിൽസും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്, ഒരു ധർമ്മമാണ് ഒരു സ്ഥാപനത്തിലെ, ഓർഗനൈസേഷനിലെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അതുപോലെ പ്രൊഡക്ഷനും ഫിനാൻസും ഹ്യൂമൻ റിസോഴ്സും പർച്ചേസിങ്ങും ഒക്കെ എന്താണ് ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഘടന ഉണ്ടാക്കുന്നു. അതുപോലെ മറ്റൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനി ഓർഗനൈസ്ഡ് ബൈ പ്രൊഡക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് കമ്പനിയെ സംഘാടനം ചെയ്തിട്ടുള്ളത്, കമ്പനിയെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബുക്ക് ഒരു പ്രസ്സാണെങ്കിൽ അവിടെ ഒരു മാനേജിങ് ഡയറക്ടർ അത് നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, അവിടെ തന്നെ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ബുക്സ്, പീരിയോഡിക്കൽസ്, സ്റ്റേഷനറി, മ്യൂസിക് ആൻഡ് മൂവീസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ CEOകളെ ഡിവിഷൻ ചെയ്യും പ്രൊഡക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ. അത് ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഫങ്ഷണൽ സ്ട്രക്ചറിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തത്. പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പിന്നെ അയാളുടെ കീഴിൽ മാർക്കറ്റിങ്ങിൽ കുറേ കാര്യങ്ങൾ, മാർക്കറ്റ് റിസർച്ച്, മാർക്കറ്റ് പ്ലാനിങ്, അഡ്വർടൈസിങ് ഒക്കെ അതൊരു ധർമ്മമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ എൻജിനീയറിങ്ങുമായി ബന്ധപ്പെട്ടത്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ പ്ലാനിങ്, പർച്ചേസിങ്, ടൂളിങ്, ജനറൽ പ്രൊഡക്ഷന്, ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്, ബഡ്ജറ്റ്, ജനറൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇത് ഫങ്ഷണൽ സ്ട്രക്ചറിന് എക്സാമ്പിളാണ്. അതുപോലെ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, സ്പെഷ്യലൈസേഷൻ അവിടെ ഉണ്ടാവും, ഈസി ആയിട്ട് ആളുകളെ സൂപ്പർവൈസ് ചെയ്യാൻ, മേൽനോട്ടം വഹിക്കാൻ സാധിക്കും, മാനേജീരിയൽ എഫിഷ്യൻസി കൂടും, എഫക്റ്റീവായിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും, കാര്യക്ഷമമായ ട്രെയിനിങ്, ലോവർ കോസ്റ്റ് ആയിരിക്കും എന്നൊക്കെയുള്ളതാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ്
ഡിസഡ്വാൻറ്റേജസ് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ അത് ഡിപ്പാർട്ട്മെൻറ്റൽ ഒബ്ജക്റ്റീവിനാണ് പ്രാധാന്യം കൊടുക്കുക. അതായത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ആ വിഭാഗത്തിലെ ലക്ഷ്യങ്ങൾക്ക് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അത് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ പോരായ്മയാണ്. അതുപോലെ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഇവിടെ കാണാം മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് പലപ്പോഴും എന്ത് ചെയ്യാം, അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഡിഫിക്കൽട്ടി ഇൻ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോർഡിനേഷൻ, പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കോർഡിനേഷൻ, ആ സഹകരണം എന്തായിരിക്കും, അത് വളരെ പ്രയാസമേറിയത് ആയിരിക്കും എന്നുള്ളതാണ്. അടുത്ത ഡിവിഷണൽ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഒരു കമ്പനി, ഒരു സ്ഥാപനം ഒന്നിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ആ ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, കമ്പനിയെ ഓർഗനൈസ് ചെയ്യുന്ന രീതിയാണിത്. എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിളാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ലേബർ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ലേബർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലേ, ഒരു പീരിയോഡിക്കൽ ഒരു മാഗസിൻ അല്ലേ, സ്റ്റുഡൻസ് മാഗസിൻ ഇറക്കുന്നുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അല്ലേ കമ്പനി. അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് അയാളുടെ ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ സഫാരി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അപ്പോൾ 2 പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഡിവിഷണൽ സ്ട്രക്ചറിന് എക്സാമ്പിളാണ് ഒരു കമ്പനി കോസ്മെറ്റിക്സ് ഇറക്കുന്നുണ്ട്, മെഡിസിൻ ഇറക്കുന്നുണ്ട്, ഗാർമെൻറ്റ്സ് ഇറക്കുന്നുണ്ട്, ഫുട്വെയർ ഇറക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ വെവ്വേറെ ആയിട്ട് തിരിക്കാം. കാരണം ഓരോന്നും ഓരോ പ്രൊഡക്റ്റുകളാണ്. ഓക്കെ, ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾ നമ്മൾ വി-ഗാർഡ് പറഞ്ഞു അല്ലേ. വി-ഗാർഡ് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്. കാരണം വി-ഗാർഡ് ആദ്യമായിട്ട് ഇറക്കിയ എന്താണ്, വി-ഗാർഡ് ആദ്യം ഇലക്ട്രിക്കൽ ഐറ്റംസാണ് ഇറക്കിയത് അല്ലേ. വി-ഗാർഡ് എന്ന് പറയുന്ന കമ്പനി ആദ്യം വി-ഗാർഡ് എന്ന് പറയുന്ന വി-ഗാർഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന കേരളത്തിലുള്ളൊരു കമ്പനിയാണ്. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ കമ്പനിയാണ്. അയാൾ ഇറക്കുന്ന ഉൽപ്പന്നമാണെന്ത്, വി-ഗാർഡ് അല്ലേ. വി-ഗാർഡ് എന്ന് പറയുന്ന സ്റ്റെബിലൈസർ, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് അല്ലേ. സ്റ്റെബിലൈസർ മാത്രമല്ല, ഇപ്പോൾ ഫാനുകൾ അതുപോലെയുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ട്. വി-ഗാർഡ് വയേഴ്സ്, വി-ഗാർഡ് ഫാൻസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഇലക്ട്രിക്കലാണ്. അപ്പോൾ അതൊരു വിഭാഗം. അതുപോലെ തന്നെ വി-ഗാർഡ് ഇറക്കുന്നുണ്ട് ടെക്സ്റ്റൈൽസ് ഐറ്റംസുകൾ, പ്രത്യേകിച്ച് വി-സ്റ്റാർ അല്ലേ. വി-സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അണ്ടർ ഗാർമെൻറ്റ്സ് പോലെയുള്ള ഇത് ഇറക്കുന്നുണ്ട്. അതുപോലെയുള്ള ചുരിദാർ പോലെയുള്ള ടെക്സ്റ്റൈൽ ഐറ്റംസുകൾ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അമ്യൂസ്മെൻറ്റ് പാർക്ക് അല്ലേ. ഏതാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് വെച്ചാൽ വണ്ടർല എന്നറിയപ്പെടുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ആരുടേതാണ്, ഈ പറയുന്ന വി-ഗാർഡിൻ്റേതാണ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ തരംതിരിക്കാം. ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് പ്രൊഡക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്യാം. ഓരോ പ്രൊഡക്റ്റിലും വി-ഗാർഡിൻ്റെ കേസിലാണെങ്കിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിലുള്ളവർക്ക് ഇലക്ട്രിക്കൽ പ്രൊഡക്റ്റിൽ, അമ്യൂസ്മെൻറ്റ് പാർക്കിലുള്ളവർക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഓരോന്നും ഇതാണ്. അതുപോലെ കോർഡിനേഷൻ ബിക്കംസ് ഈസി, കോർഡിനേഷൻ വളരെ എളുപ്പമാണ്. അതുപോലെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഫ്ലെക്സിബിളാണ്, ഇനീഷ്യേറ്റീവാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇതിന് വേറൊരു എക്സാമ്പിളും ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയാൻ സാധിക്കും. L&T, ലാർസൻ ആൻഡ് ടർബോ എന്ന് പറയുന്ന കമ്പനി, അവർ പവർ ഊർജ്ജ മേഖലയിലുണ്ട്, ഫിനാൻഷ്യൽ സർവീസ് മേഖലയിലുണ്ട്. JCB പോലെയുള്ള, ഹിറ്റാച്ചി പോലെയുള്ള മെഷീനുകൾ അവരുണ്ടാക്കുന്നുണ്ട്. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, അതായത് സ്വിച്ചുകൾ, ബോർഡുകളൊക്കെ ഇറക്കുന്നുണ്ട്. IT കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളിലുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ കൺസ്ട്രക്ഷൻ, പാലങ്ങൾ, വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നിടത്തുണ്ട്. അതുപോലെ ഹെവി എഞ്ചിനീയറിങ്ങുകളുണ്ട്. അതുപോലെ അൾട്രാടെക് സിമെൻറ്റ് പോലെയുള്ള അതൊക്കെ ഇറക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള ഓരോ ഇതിലൊക്കെ അവരുണ്ട്. പിന്നുള്ളതാണ് ഡിസഡ്വാൻറ്റേജസ്. കോൺഫ്ലിക്റ്റ് മേ അറൈസിങ് എമൗണ്ട് ഡിഫറെൻറ്റ് ഡിവിഷൻസ്, വ്യത്യസ്തമായ ഡിവിഷനുകളിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സ്വരച്ചേർച്ചയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ചാൻസസ് ഓഫ് ഡ്യൂപ്ലിക്കേഷനുള്ള സാധ്യത കൂടുതലാണ്. സെൽഫിഷ് ആറ്റിറ്റ്യൂഡായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എന്നുള്ളതാണ്. ഓക്കെ, അതാണ്. പിന്നെ വരുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫങ്ഷണൽ ഡിവിഷണൽ സ്ട്രക്ചർ. പറയേണ്ട ആവശ്യമില്ല. ഒന്ന് ഫങ്ഷൻ്റെ ബേസിലാണ്, ഒന്ന് പ്രൊഡക്റ്റിൻ്റെ ബേസിലാണ്. അക്കൗണ്ടബിലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലായിരിക്കും, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യമായിട്ട്. അത് നമുക്ക് അത്രത്തോളം വരുന്നില്ല. പിന്നെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഒന്ന് ഫോർമൽ ഓർഗനൈസേഷൻ, ഫോർമലായിട്ടുള്ള ഔപചാരികമായിട്ടുള്ള സംഘാടനം. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ to the organization which deliberately designed by the management to achieve organization goals. ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് മനഃപൂർവ്വം ഡിസൈൻ ചെയ്യുന്ന, തയ്യാറാക്കുന്ന ഒരു സംഘാടന ഘടനയാണെന്തെന്നറിയപ്പെടുന്നത്, ഓർഗനൈസേഷൻ്റെ സ്ഥാപന ഘടനയാണെന്തെന്നറിയപ്പെടുന്നത് ഫോർമൽ ഓർഗനൈസേഷൻ, ഔപചാരികമായ സംഘാടനം എന്നറിയപ്പെടുന്നത്. ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചേർഡ് ആയിരിക്കും, കൃത്യമായ ഘടനയുണ്ടായിരിക്കും,
കൃത്യമായിട്ട് ഓരോരുത്തരും എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കും. ഓരോരുത്തർക്കും എന്തെല്ലാം അധികാരങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കും, പറഞ്ഞിരിക്കും. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഔപചാരികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ സ്കാലാർ ചെയിനിലൂടെയാണ് എന്ത് ചെയ്യുക, അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുക. 1 by 1 ഓരോരുത്തരിലൂടെയും കടന്നിട്ടാണ് നമുക്ക് ആവശ്യമായ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുക എന്നുള്ളത്. ഓക്കെ, ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഒരു ഡെഫിനീഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് വെൽ ഡിഫൈൻഡ് ജോബ്. കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുള്ള ജോലികൾ, അതിൻ്റെ ഒരു സംവിധാനമാണ് ഫോർമൽ ഓർഗനൈസേഷൻ. അവിടെ കൃത്യമായിട്ടുള്ള അതോറിറ്റി, അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, അക്കൗണ്ടബിലിറ്റി ഒക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ കമ്പനി ഈസ് മാനുഫാക്ചറിങ് TV. ഒരു കമ്പനി TV മാനുഫാക്ചർ ചെയ്യുന്നു എന്ന് കരുതുക. വിൽ ബി എ വെൽ ഡിഫൈൻഡ് സിസ്റ്റം ഓഫ് ജോബ്സ് ആൻഡ് എ ക്ലിയർ ആൻഡ് ഡിഫൈൻഡ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഇൻ ദി കമ്പനി. ബട്ട് പീപ്പിൾ ആർ നോട്ട് അലൗഡ് ടു ഇൻറ്ററാക്ട് ബിയോണ്ട് ദെയർ ഒഫീഷ്യലി ഡിഫൈൻഡ് റൂൾസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പനി TV മാനുഫാക്ചർ ചെയ്യുന്നു. അവിടെ എല്ലാവർക്കും കൃത്യമായിട്ട് ജോലി ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. ആ ജോലി എടുക്കുന്ന സമയങ്ങളിൽ അവർ കൃത്യമായിട്ട് അവരുടെ അധികാരങ്ങൾ, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഒക്കെ ആക്കണം. ആ സമയങ്ങളിൽ വേറെ വർക്കിനൊന്നും പോകാൻ പാടില്ല. ഫോർമൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകതയാണ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്, മനഃപൂർവ്വം ഒരു മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഒരു ഓർഗനൈസേഷൻ്റെ ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ദ മാനേജ്മെൻറ്റ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ഫോർമൽ ഓർഗനൈസേഷൻ, മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡിഫൈൻ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. സ്ഥാപനത്തിൻ്റെ അകത്തെ താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും മേലേക്കിടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിരിക്കും. ഒഫീഷ്യൽ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കൃത്യമായിട്ടുള്ള ലൈന്, കൃത്യമായിട്ടുള്ളൊരു ഒരു രീതിയിലൂടെ, കൃത്യമായിട്ടുള്ളൊരു റൂട്ടിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സ്കാലാർ ചെയിൻ പറഞ്ഞ പോലെ. അതുപോലെ ജോലിക്കാണ് പ്രാധാന്യം. ഒരുപാട് റൂൾസും പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടാവും. ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, കൃത്യമായ കടമ്പകളുണ്ട്, അതുപോലെ കൃത്യമായ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവും ഫോർമൽ ഓർഗനൈസേഷന് എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഈസി ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി. ഒരു ഉത്തരവാദിത്തം ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ജോലിയിൽ ഓവർലാപ്പിംഗ് ഉണ്ടാവില്ല. യൂണിറ്റി ഓഫ് കമാൻഡ് ആയിരിക്കും. കാരണം ഒരാളിൽ നിന്നാണ് കൃത്യമായി കമാൻഡുകളൊക്കെ കിട്ടുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ നടക്കും. കൃത്യമായ ഒരു സംവിധാനത്തോട് കൂടിയിട്ട്. അതുപോലെ കോർഡിനേഷൻ, ജോലി തമ്മിൽ എന്ത് ചെയ്യും, പരസ്പര കോർഡിനേഷൻ എന്ത് ചെയ്യും, ഉണ്ടാവും. പിന്നെ ഫോർമൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകതയാണ് ഡിലേ ഇൻ ആക്ഷൻ. തീരുമാനമെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. കാരണം സ്കാലാർ ചെയിൻ പോലെയുള്ള രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ എങ്കിൽ ഇവിടെ കാണുന്ന പോലെ ഒന്നിൽ നിന്ന് നമ്മൾ കടന്നു പോയി നമുക്ക് എ എന്ന് പറയുന്ന ആളെയാണ് കാണേണ്ടതെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതുപോലെ ക്രിയേറ്റിവിറ്റിക്കുള്ള സാധ്യതയില്ല. ജോലി ചെയ്യുക എന്നുള്ളതാണ്. സർഗാത്മകതയ്ക്ക് അവിടെ സ്ഥാനമില്ല, ക്രിയേറ്റിവിറ്റിക്ക് സ്ഥാനമില്ല. എംഫസൈസ് ഓൺ വർക്ക് ഓൺലി, വർക്കിനാണ് പ്രാധാന്യം, ജോലിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഗ്രേപ്പ് വെയിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് കമ്മ്യൂണിക്കേഷനിൽ അല്ലേ. അതുപോലെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, ഇത് സ്വമേധയാ അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ രീതിയാണ്. ഇത് തൊഴിലാളികൾക്കിടയിൽ സ്ഥാപനത്തിൻ്റെ അകത്തൊക്കെ എന്ത് ചെയ്യുന്നു, സ്വമേധയാ ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വരുന്ന ഒന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു സാറ്റിസ്ഫൈ ദെയർ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ നീഡ്സ്. തൊഴിലാളികളുടെ സാമൂഹികമായ മാനുഷികമായ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായി ഡെവലപ്പ് ചെയ്തു വരുന്ന സ്വമേധയ ആയിട്ടുള്ള അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു രീതിയാണ് ഇത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല. ഇത് പലപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? തൊഴിലാളികളുടെ സോഷ്യൽ ഹ്യൂമൻ നീഡ്സൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുക. ഇതിന് പ്രത്യേകിച്ച് രൂപമോ ഇതൊന്നുമില്ല. കാരണം ഇത് ഇൻഫോർമൽ ആണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണ്. ഇവിടെ പലപ്പോഴും പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾക്കും സുഹൃത്ത് ബന്ധങ്ങൾക്കുമാണ് പ്രാധാന്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ പ്രത്യേകമായ ഘടനയൊന്നും ഉണ്ടാവില്ല. അവിടെ എന്ത് ചെയ്യുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്, റിക്രിയേഷനൊക്കെ വേണ്ടിയിട്ട്, കുറച്ച് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഓർഡറും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫ് ഓഫ് ഇൻഫോസിസ് ലിമിറ്റഡ് ആസ് ഫോംഡ് എ ഡ്രാമ ടീം ഫോർ ദെയർ റിക്രിയേഷൻ. അതായത് ഇൻഫോസിസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു IT കമ്പനിയിലുള്ള
മാനേജ്മെൻറ്റും അവിടെയുള്ള തൊഴിലാളികളും എന്ത് ചെയ്തു, ഒരു ഡ്രാമ ടീം, ഒരു നാടക സംഘം രൂപീകരിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദെയർ റിക്രിയേഷൻ, അവരുടെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട്. മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ടേക്കിംഗ് പാർട്ട് ഇൻ ക്രിക്കറ്റ് മാച്ചസ് ഓൺ സൺഡേസ് ഓർ മീറ്റിംഗ് ഇൻ കഫറ്റേരിയ ഫോർ മോർണിംഗ് കോഫി. ഒരു സ്ഥാപനത്തിൻ്റെ അകത്തെ മാനേജേഴ്സും അവിടെയുള്ള തൊഴിലാളികളും എന്ത് ചെയ്യുന്നു, ഞായറാഴ്ചകളിൽ എന്ത് ചെയ്യുന്നു, ക്രിക്കറ്റ് കളി വെക്കുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, രാവിലെ എന്ത് ചെയ്യുന്നു, കഫേയിൽ ചെന്നിട്ട് കഫേയിൽ മീറ്റ് ചെയ്തിട്ട് ചായ കുടിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇൻഫോർമലാണ്. കാരണം ഔദ്യോഗികമായിട്ടുള്ളൊരു കാര്യമല്ല, കമ്പനിയുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളതാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകതയാണ്. ഇത് ഓട്ടോമാറ്റിക്കലായിട്ടുണ്ടാവുന്നതാണ്, അല്ലാതെ മാനേജ്മെൻറ്റ് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. ഇത് തൊഴിലാളികളുടെ മനസ്സിന് സൗഖ്യം നൽകുന്ന, മനസ്സിന് സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉള്ളത്. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ പ്രത്യേകിച്ച് കൃത്യമായിട്ടുള്ള റൂട്ടൊന്നുമില്ല, ആശയവിനിമയം നടത്തുന്നതിന് കൃത്യമായ ലൈനൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആരിൽ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാം. അതുപോലെ ഇവിടെ പ്രധാനമായിട്ട് പൊതു താല്പര്യങ്ങളുടെ മുകളിലും അതുപോലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലാണ് ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ പറയുന്നത്. അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, നിങ്ങളുടെ ഏറ്റവും സുഹൃത്തിനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്താ കാരണം, നമുക്ക് നേരെ അവരോട് കാര്യം പറയാം. പക്ഷേ ഫോർമൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന് കൃത്യമായ ഒരു രീതിയുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ, ഫോർമലായിട്ട് പറയുകയാണെങ്കിൽ വില്ലേജിലൊക്കെ പോയാൽ ഒരു പേപ്പർ കൊടുത്ത് അത് ഇന്ന ആളെടുത്ത് കൊടുത്ത് ഇന്ന ആളെടുത്ത് കൊടുത്ത് ആ റൂട്ടിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഓക്കെ, പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അങ്ങനെയല്ല, ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ തന്നെ തൊഴിലാളികളുടെ സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുന്നുണ്ട്. ഫുൾഫിൽ സോഷ്യൽ നീഡ്സ്, കറക്റ്റ് ഫീഡ്ബാക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ പേഴ്സണൽ നീഡ്സൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? റൂമറുകൾ പരക്കാൻ, തൊഴിലാളികളെക്കുറിച്ചോ ബിസിനസ്സിനെ കുറിച്ചോ ഒക്കെ കിംവദന്തികൾ പരക്കുന്നതിന് കാരണമാകുന്നു. അതുപോലെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത, മാനേജ്മെൻറ്റിന് ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കല്ല, സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, പകരം ആർക്കാണ്? വ്യക്തികൾക്കാണ്. നെഗറ്റീവ് റിസൾട്ട് കൊണ്ടുവന്നേക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്ന മറ്റൊരു ഒരു കാര്യമായിട്ട് പറയുന്നത്. പിന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ഥാപനത്തിൽ ഒരു പക്ഷേ മാനേജേഴ്സ് എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എന്ത് ചെയ്യും, അവർ ഉത്തരവാദിയായിരിക്കും. പലപ്പോഴും അവർക്ക് ഒറ്റയ്ക്കത് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അയാളുടെ ജോലിയെ എന്ത് ചെയ്യുന്നു, മറ്റുള്ള താഴെക്കിടയിലുള്ള തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുക്കും. അതിനെ പറയുന്ന പേരാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നുള്ളത്. ഒരു സുപ്പീരിയർ തൻ്റെ അതോറിറ്റിയെ ഒരു സബോർഡിനേറ്റിന് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇത്. ഡെലിഗേഷൻ റെഫേഴ്സ് ടു ദ ഡൗൺവാർഡ് ട്രാൻസ്ഫർ ഓഫ് ദി അതോറിറ്റി ഫ്രം എ സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്ന സുപ്പീരിയർ ആയിട്ടുള്ള ഒരു മേധാവിയിൽ നിന്നും താഴെ ജോലി ചെയ്യുന്ന ഒരു സബോർഡിനേറ്റിന് ഒരു അധികാരത്തെ കൈമാറുന്ന രീതിയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നുള്ളത്. ഒരു മാനേജറും ഒരു സബോർഡിനേറ്റും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, മാനേജർ ചില ഡ്യൂട്ടികൾ ആർക്ക് കൈമാറുന്നു, സബോർഡിനേറ്റിന് കൈമാറുന്നു. ചില അധികാരങ്ങൾ ആർക്ക് കൈമാറുന്നു, മാനേജർ സബോർഡിനേറ്റിന് കൈമാറുന്നു. അതുപോലെ ചില ഉത്തരവാദിത്തങ്ങൾ സബോർഡിനേറ്റിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ആരോട്? മാനേജറോട്. അതുപോലെ അക്കൗണ്ടബിൾ ആയിരിക്കും, എല്ലാ കാര്യവും ആരുടെ മുൻപാകെ അറിയിക്കണം, മാനേജർ മുമ്പാകെ അറിയിക്കണം എന്നുള്ളതാണ്. ഡെലിഗേഷൻ്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് അതോറിറ്റി, അധികാരം, രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ മൂന്നാമത്തെ അക്കൗണ്ടബിലിറ്റി എന്നുള്ളതാണ്. ഈ 3 ഘടകങ്ങളാണ് ഡെലിഗേഷൻ ഉള്ളത് എന്നുള്ളതാണ്. അതോറിറ്റി എന്ന് വെച്ചാൽ എന്താ? പവർ ടു ടേക്ക് ഡിസിഷൻ, തീരുമാനം എടുക്കുവാനുള്ള അധികാരം, കഴിവ് എന്നുള്ളതാണെന്ത്? ഓക്കെ, തീരുമാനം എടുക്കാനുള്ള കഴിവാണ് അതോറിറ്റി എന്നറിയപ്പെടുന്നത്. അതുപോലെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാലോ, റെസ്പോൺസിബിലിറ്റി ഈസ് എ ഒബ്ലിഗേഷൻ ഓഫ് എ സബോർഡിനേറ്റ് പ്രോപ്പർലി പെർഫോം അസൈൻഡ് ഡ്യൂട്ടി. ഉത്തരവാദിത്തം എന്നുള്ളതാണ്. ഒരു സബോർഡിനേറ്റ് ആയിട്ടുള്ള താഴെക്കിടയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ഉത്തരവാദിത്തമാണെന്ത്? തന്നെ ഏൽപ്പിച്ചതായ ജോലി പ്രധാനമായും ചെയ്തു തീർക്കുക എന്നുള്ളത്. മൂന്നാമത്തെ അക്കൗണ്ടബിലിറ്റിയാണ്. അക്കൗണ്ടബിലിറ്റി ഇംപ്ലൈസ് ആൻസറബിൾ ഫോർ ദ ഫൈനൽ ഔട്ട്കം. അതായത് ഒരു പ്രവൃത്തിയിൽ നിന്നും അവസാനം കിട്ടിയിട്ടുള്ള ഔട്ട്കം എന്ത് ചെയ്യുക, അതിൻ്റെ ഏറ്റവും സുപ്പീരിയർ മുമ്പാകെ അറിയിക്കുക എന്നുള്ളതാണ്. അതായത് അക്കൗണ്ടബിലിറ്റി ഫ്ലോസ് ഫ്രം അപ്വാർഡ് ടു
അപ്വാർഡ് ഫ്രം സബോർഡിനേറ്റ് ടു സുപ്പീരിയർ. അക്കൗണ്ടബിലിറ്റി എന്ത് ചെയ്യുന്നു? സബോർഡിനേറ്റിൽ നിന്നും സുപ്പീരിയറിലേക്ക്, അതായത് താഴെക്കിടയിലുള്ള ആളുകളിൽ നിന്നും മുകളിലെ ആളുകളിലേക്കാണ് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. പിന്നെ ഡെലിഗേഷൻ്റെ പ്രാധാന്യമാണ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്, എംപ്ലോയി ഡെവലപ്മെൻറ്റ്, ഹെൽപ്പിംഗ് ദ എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്, ബെറ്റർ കോർഡിനേഷൻ, റെഡ്യൂസസ് ദ വർക്ക് ലോഡ് ഓഫ് മാനേജേഴ്സ്. ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രീകരണം. കേന്ദ്രീകരണം എന്ന് വെച്ചാൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ടോപ്പ് ലെവൽ. അധികാരം മുഴുവൻ എന്ത് ചെയ്യുന്നു? ഉന്നത തലങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതിനെയാണ് സെൻട്രലൈസേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് അതോറിറ്റി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഒരു സ്ഥാപനത്തിൽ 3 ലെവലുണ്ട് മാനേജ്മെൻറ്റ്: ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. അതിൽ ടോപ്പ് ലെവലിൽ എന്ത് ചെയ്യുന്നു? അധികാരം മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്, കേന്ദ്രീകരിച്ചിരിക്കുകയാണെങ്കിൽ അതാണ് സെൻട്രലൈസേഷൻ എന്നറിയപ്പെടുന്നത്. ചിത്രത്തിൽ കാണാം, എല്ലാ ബിന്ദുവും ഒന്നിലേക്ക് സൂചിപ്പിക്കുന്നു. അതുപോലെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ത്രൂ ഔട്ട് ഓൾ ദ ലെവൽസ്. എല്ലാ ലെവലിലും എന്ത് ചെയ്യുന്നു? അധികാരത്തെ വികേന്ദ്രീകരിച്ച് കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാം, അധികാരത്തെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, ഡീസെൻട്രലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ്: ഡെവലപ്പ് ഇനീഷ്യേറ്റീവ് എമംഗ് സബോർഡിനേറ്റ്. സബോർഡിനേറ്റിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു? ഇനീഷ്യേറ്റീവ് ഉണ്ടാകും. കാരണം എന്താ? ഒരു മാനേജർ ചെയ്യേണ്ട ജോലി താഴെക്കിടയിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? വീതിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? നല്ലവണ്ണം ഇനീഷ്യേറ്റീവ് എടുത്ത് ജോലി ചെയ്യും. അതുപോലെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റും. ടോപ്പ് മാനേജ്മെൻറ്റിന് സുഖമാണ്. ഈ ഡീസെൻട്രലൈസേഷൻ ആകുമ്പോൾ, വികേന്ദ്രീകരണം ആകുമ്പോൾ എന്ത് ചെയ്യുക? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ജോലികൾ എന്ത് ചെയ്യാം? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റിനൊക്കെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കാം, ഡിവിഷൻ ഓഫ് വർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എന്ത് ചെയ്യുക? ടോപ്പ് മാനേജ്മെൻറ്റിന് കുറച്ച് ആശ്വാസം കിട്ടും. അതുപോലെ ഫെസിലിറ്റേറ്റ് ഗ്രോത്ത്, വളർച്ച ഉണ്ടാവും. ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ആയിരിക്കും, ബെറ്റർ കൺട്രോൾ ഉണ്ടാവും. അതാണ് ഇത്. ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡെലിഗേഷൻ ഈസ് എ കമ്പൾസറി ആക്റ്റാണ്. ഡെലിഗേഷൻ എന്ന് പറയുന്നത് കമ്പൾസറി, നിർബന്ധമായും വേണ്ടതാണ്. ഡീസെൻട്രലൈസേഷൻ ഓപ്ഷണലാണ്. അതുപോലെ ഡെലിഗേഷന് സ്കോപ്പ് കുറവാണ്, ഡീസെൻട്രലൈസേഷന് സ്കോപ്പ് കൂടുതലാണ്. അതുപോലെ ഡെലിഗേഷൻ്റെ പ്രത്യേകത ഒരു മാനേജറുടെ ബേർഡൻ കുറക്കുക എന്നുള്ളതാണ്. പക്ഷേ ഡീസെൻട്രലൈസേഷൻ്റെ പ്രത്യേകത എന്താണ്? ഒരു സ്ഥാപനത്തിൻ്റെ അകത്തുള്ള മൊത്തത്തിലുള്ള സബോർഡിനേറ്റ്സിൻ്റെ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഡെലിഗേഷൻ എന്ന് വെച്ചാൽ ഒരു ടെക്നിക്കാണ്, മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ഡീസെൻട്രലൈസേഷൻ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫിലോസഫിയാണ്. ഓക്കെ, അതാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.